നമസ്കാരം. നാടും നാട്ടുകാഴ്ചയിലെ ഒന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രേമികളെ നെഞ്ചിലേറ്റിയ നാടാണ് നമ്മുടെ കേരളം. സഖാവ് പി അയ്യപ്പദാസിന്റെ മണ്ണിൽ വോളിബോൾ ടൂർണമെന്റ് ഒരുങ്ങിയിരിക്കുന്നു. മെയ് 22 മുതൽ മെയ് 29 വരെ ഉള്ള മത്സരത്തിൽ 3 ദിവസം കടക്കുമ്പോൾ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് വോളിബോൾ പ്രേമികൾ നിറഞ്ഞു നിന്ന നാടാണ് വണ്ടിപ്പെരിയാർ. എന്നാൽ ഇന്ന് അത് വളരെ കുറവായി തുടങ്ങിയിരിക്കുന്നു. അതിനെ കൂട്ടാനും ഇനി വരും തലമുറകളെ വളർത്തിയെടുക്കാനും വേണ്ടിയാണ് ഇങ്ങനൊരു വേദി ഒരുക്കിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് പീരുമേട് ഏരിയ സെക്രട്ടറി സഖാവ് സാബുവാണ്. അനശ്വര രക്തസാക്ഷി സഖാവ് ടി അയ്യപ്പദാസിൻ്റെ നാമധേയത്തിൽ ഇന്നലെ തുടങ്ങിയ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2003 സഖാവ് മരിക്കപ്പെടുന്നത്. അതിനുശേഷം 2004 ഇതുപോലൊരു അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും തുടർന്നത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നതിനാലും വീണ്ടും ഇവിടുത്തെ വോളിബോൾ പ്രേമികളുടെ വണ്ടിപ്പെരിയാറ്റിലെയും പ്രത്യേകിച്ച് പീരുമേട് താലൂക്കിലെയും വോളിബോൾ പ്രേമികളുടെ താൽപ്പര്യാനുസരണം ഇവിടെ വീണ്ടും ഒരു അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനൊരു വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ടീമാണ് 6 ടീമുകൾ മാറ്റുരയ്ക്കപ്പെടുന്നത്. 29-ാം തീയതിയാണ് സമാപനം. 22 തുടങ്ങി 29-ന് സമാപിക്കും. അതിൻ്റെ ടിക്കറ്റ് നിരക്ക് 1000 രൂപ പാസ്, 2000 രൂപ പാസ്, പിന്നെ കൗണ്ടർ പാസ് 100 രൂപയും, കുട്ടികൾക്ക് 50 രൂപയും. ഈ നിലയ്ക്കാണ് നമ്മൾ പാസ് നമ്മൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇത് പീരുമേട് താലൂക്കിലെ തോട്ടം മേഖലയിലാകെ പണ്ട് കാലങ്ങളിൽ വലിയ നിലയിൽ വോളിബോൾ പ്രേമികൾ ഉണ്ടായിരുന്നു. വോളിബോളിനെ സ്നേഹിക്കുന്ന നാട്ടുകാരും ഉണ്ടായിരുന്നു. ഒരു ഇടക്കാലം കൊണ്ട് അതെല്ലാം നിന്നുപോവുകയും പക്ഷേ ഇപ്പം വീണ്ടും അത് സജീവമായി വരികയും ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. അതെല്ലാം തന്നെ പുതിയ ചെറുപ്പക്കാരിൽ മറ്റു പല വഴി തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇതിനെല്ലാം കാണേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിലാണ് വീണ്ടും ഇങ്ങനൊരു വോളിബോളിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. തീർച്ചയായും അയ്യപ്പദാസ് ദിനാചരണത്തിൻ്റെ ഭാഗമായി ഇത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.